നമസ്കാരം. 10 വർഷം നീണ്ടുനിന്ന പക അത് അവസാനിച്ചത് ഒരു കൊലപാതകത്തിലാണ്. യുപിയിൽ സഹോദരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഒരു യുവാവ്. ഡൽഹിയിൽ അച്ഛൻ പോലീസായതിന്റെ അഹങ്കാരത്തിൽ മകൻ ഇല്ലാതാക്കിയത് ഒരു പാവം യുവതിയുടെ ജീവനാണ്. ബീഹാറിലേക്ക് പോകുമ്പോൾ അവിടെ കോടതിയിൽ മൊഴി നൽകി മടങ്ങിയ യുവതിയാണ് നടു റോഡിൽ വെച്ച് വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവായ ഡേവിഡ് ഡിസൂസയെ കൊന്നതെന്തിന് എന്നതിന് ഉത്തരം തേടുകയാണ് ഇപ്പോൾ പോലീസ്. ഈ വാർത്തകളെപ്പറ്റി വിശദമായി നോക്കാം. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. പത്ത് വർഷമായി തർക്കത്തിലും പിണക്കത്തിലുമായിരുന്ന സഹോദരങ്ങൾ ഒടുക്കം ഇളയ സഹോദരൻ മൂത്ത സഹോദരനെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നു. അതും ഇത്രയും കാലത്തെ വൈരാഗ്യം അയാൾ തീർത്തത് സ്വന്തം ചോരയെ 15ഓളം തവണ ആവർത്തിച്ച് കുത്തിയാണ്. എന്തായിരുന്നു വർഷങ്ങളോളം നീണ്ടുനിന്ന ഈ വൈരാഗ്യത്തിന് പിന്നിലെ കാരണം എന്ന് നമുക്കൊന്ന് നോക്കാം. ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷഹറിലാണ് നാടിനെ നടുക്കിയ ഈ സംഭവം നടന്നത്. കാലങ്ങളോളം നീണ്ടുനിന്ന കുടുംബ വഴക്കിനൊടുവിൽ മൂത്ത സഹോദരനെ അതിക്രൂരമായി കുത്തി കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇളയ സഹോദരൻ. ആനന്ദ് സ്വരൂപ് എന്ന 64-കാരനാണ് കൊല്ലപ്പെട്ടത്. ഉത്തർപ്രദേശിലെ ഛത്താരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നരാവു ഗ്രാമത്തിലായിരുന്നു ആനന്ദ് സ്വരൂപ് താമസിച്ചിരുന്നത്. കാലങ്ങളായി തന്നെ ആനന്ദും സഹോദരൻ അഭിഷേകും തമ്മിൽ വലിയ തരത്തിലുള്ള ഭൂമി തർക്കം നിലനിന്നിരുന്നു. ഈ തർക്കമാണ് അവസാനം കൊലപാതകം വരെ എത്തിയത്. ഇന്നലെ രാത്രി 11 മണിയോടെ സഹോദരൻ അഭിഷേക് ശർമ്മയും അയൽവാസിയായ സുഹൃത്തും ചേർന്ന് മതിൽ ചാടിക്കടന്നാണ് ഈ കൊലപാതകം നടത്തുന്നത്. മതിൽ ചാടിക്കടന്ന് വീട്ടിലെത്തിയ ഇവർ ഇരുവരും ചേർന്ന് ഉറങ്ങിക്കിടന്ന ആനന്ദിനെ കത്തി ഉപയോഗിച്ച് നിരവധി തവണ കുത്തുകയായിരുന്നു. तो मैं कमरा में गेट लगा के अंदर सांकल लगा के सो रही, वो यहाँ पे सो रहे। और जब यहाँ बाहर से भी ये पड़ोसियों कह रहे अरे कौन है भैया, कौन मार के जाओ, कौन है। तो आवाज़ सुनी तो मैं भी एकदम उठी, तो मैं यानी बंदर ने गिरा ले खाट पे थे नीचे। मैं बंदर आए थे, मैं जंगला खोल के देखा तो बंदर ना आए, आदमी धम धम से धय धय बजा रहे। जब मैंने कही अरे मोहल्ला वाले अइयों मार ले है का, सोए उठ के अपना फाटक पे कूद के चला गया। कितने लोग हैं? मैं तो लाइट में एक ही देखो और यहाँ से कूदे होंगे दीवार पे, तो वो ना देखे मैंने। अच्छा, जो जिनकी हत्या हुई है कौन लगते थे आपके? हमारे जेठ लगाए। अच्छा, तो किससे हत्या की है? किस चीज से हत्या की है? कट्टा मिला यहाँ पे है, तमंचा पड़ा और उनके मतलब बॉडी में चाकू लगे थे। ഈ പ്രതികളുടെ ആക്രമണത്തിന് പിന്നാലെ തന്നെ ആനന്ദിന്റെ നിലവിളി കേട്ടാണ് നാട്ടുകാരും കുടുംബാംഗങ്ങളുമൊക്കെ ഉണരുന്നത്. ഇവർ സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തുമ്പോഴേക്കും ഇരുവരും അവിടെ നിന്ന് കടന്നു കളഞ്ഞിരുന്നു. 15ഓളം ആഴത്തിലുള്ള കുത്തേറ്റതുകൊണ്ട് തന്നെ ആനന്ദ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അമിത രക്തസ്രാവമായിരുന്നു മരണകാരണം. ആനന്ദിനെ കുത്തിയതിന് പിന്നാലെ 2 പ്രതികളും സംഭവസ്ഥലത്ത് നിന്ന് വാഹനത്തിൽ രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പിന്നീട് പുറത്തു വന്നിട്ടുമുണ്ട്. കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ പ്രതികളെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. ഈ സംഭവശേഷം പ്രതികൾ വാഹനത്തിൽ രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ആനന്ദിന്റെ നെഞ്ചിലും പുറകിലും കഴുത്തിലുമാണ് മാരകമായി കുത്തേറ്റത്. വീടിന്റെ വരാന്തയിൽ ഉറങ്ങുകയായിരുന്ന ആനന്ദിനെയാണ് പ്രതികൾ മാരകമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇതിവർ ദിവസങ്ങൾക്ക് മുൻപ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമാണോ എന്ന സംശയവും ഇപ്പോൾ പോലീസിനുണ്ട്. ആനന്ദ് കിടന്നുറങ്ങുന്ന സ്ഥലവും സമയവും കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാകാം പ്രതികൾ ഈ കൊലപാതകം നടപ്പിലാക്കിയതെന്നാണ് കൊലപാതകം നടന്ന സാഹചര്യം വിലയിരുത്തുമ്പോൾ പോലീസിനും മനസ്സിലാകുന്നത്. कल देर रात थाना छतारी पुलिस को सूचना प्राप्त हुई थी कि एक व्यक्ति आनंद स्वरूप पुत्र तोताराम, जिनकी उम्र लगभग 64 वर्ष है और ग्राम नारो के निवासी हैं, इनकी हत्या हुई है। इस सूचना पर तत्काल थाना पुलिस मौके पर पहुंची थी
मौके पर पहुंचते ही शव को अपने कब्जे में लिया गया था और पंचायतनामा भरकर पोस्टमार्टम के लिए भेजा गया था। मृतक के शरीर पर चाकुओं की चोट के निशान थे। इसमें जो परिवार है उनके द्वारा नामजद तहरीर दी गई है। जो मृतक के चचेरे भाई हैं उन्हीं के खिलाफ ये तहरीर दी गई है और बताया गया है कि पूर्व से पारिवारिक विवाद चल रहा है, जिस विवाद में ये घटना हुई है। इसमें गिरफ्तारी के लिए 3 टीमों का गठन किया गया था, जिसमें SWAT टीम भी शामिल है। फील्ड यूनिट भी मौके पर आई थी, जिनके द्वारा सभी साक्ष्यों को एकत्रित किया गया है। क्षेत्राधिकारी महोदय और मेरे द्वारा भी घटनास्थल का निरीक्षण किया गया है। इसमें सुबह आज 2 अभियुक्तों की गिरफ्तारी की गई है, जिसमें मृतक का चचेरा भाई और उसका एक साथी भी है, जिनके द्वारा घटना को स्वीकार कर लिया गया है और बताया गया है कि पूर्व के पारिवारिक विवाद में ही इस घटना को अंजाम दिया गया है। इसमें जो शेष कार्रवाई है वो प्रचलित है। शीघ्र अग्रिम विधिक कार्रवाई की जाएगी। ഏതായാലും പോലീസ് സംഭവസ്ഥലത്ത് നിന്ന് ഒരു പിസ്റ്റളും കണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ആനന്ദിനെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പ്രതികൾ ആ വീട്ടിൽ കയറിപ്പറ്റിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതികൾക്ക് മറ്റു ഗുണ്ടാ സംഘങ്ങളുമായോ മറ്റോ ബന്ധമുണ്ടോ എന്നതും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കത്തിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി മരിച്ചയാളുടെ കുടുംബം സഹോദരന്റെ പേരെഴുതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് കേസെടുത്തത്. 2 പ്രതികളും മരിച്ചയാളുടെ അയൽപക്കത്തായിരുന്നു താമസിച്ചിരുന്നത്. वो मेरे बड़े पापा थे। अब मम्मी ने जैसे बताया हमको फ़ोन करके, तो हमें पता चला तब हम नोएडा रहते हैं। तो फिर हम नोएडा से यहाँ पे आए तो हमने देखा, तो जब हम गांव में एंट्री किए थे तो हमने देखा तो बहुत सारी पुलिस वगैरह थी वहाँ। तो पहले तो हमको बताया कि उनके सर में चोट लगी, जिससे कि हमको थोड़ा शौक नहीं लगे। इस वजह से जब हम गांव में आए तब मैंने अपने गांव में गली में यहाँ पे जैसे मैंने एंटर किया, यहाँ पे देखा बहुत लोगों को देखा। तो फिर हमारे पापा यहाँ पे लेटे थे, सारे में इतना ब्लड हो रहा था बहुत ज़्यादा। उनके यहाँ पे चक्कू लग रहा था, यहाँ पे, और उनके मुँह में भी शायद चक्कू लगा है, उस वजह से बहुत ज़्यादा घाव हो रहा था उनके, और यहाँ थाइस पे भी उनके घाव हो रहा था। मम्मी जैसे बता रही थी कि मैं सो के उठी थी तो उन्होंने जंगले में से देखा था, तो एक ही बंदा दिखा था उनको उस टाइम पे। तो उन्होंने देखा था हमारे गेट पे चढ़ के, और एक मतलब जो मेरे पापा के जो सगे चाचा उनका बेटा था, सबसे छोटा वाला, वैसे तो बल्लू बोलते हैं उसको, वैसे उसका नाम रियल नेम अभिषेक है वो। और हमारी यहीं पे गाड़ी थी, तो जैसे वो यहाँ से निकला तुरंत यहाँ पे एक और हमारे यहाँ सामने एक और रहते हैं अंदर, तो फिर उन्होंने भी देखा। तो फिर यहाँ पे मतलब इतनी स्पीड से यहाँ से तुरंत कूदते, इतनी स्पीड से वो गाड़ी में घुसा और गाड़ी लेकर वो तुरंत यहाँ से निकल गया। मतलब गाड़ी भी काफ़ी स्पीड पे थी, ऐसे लेके गया। हत्या करने का कुछ कारण पता पड़ा है कि जब आपके चाचा का लड़का है तो किस कारण हत्या की है? नहीं, मतलब हत्या करने का अभी तो कोई कारण नहीं था। मतलब काफ़ी टाइम पहले हमारी वैसे कुछ लड़ाई वगैरह होती थी उनसे, मतलब हमारी क्या वही हम पे केस वगैरह ऐसे कुछ लगा दिए थे उन्होंने, लेकिन वो तो काफ़ी टाइम पहले बंद हो चुके। अब ना कोई लड़ाई थी ना कुछ भी था, दूर तक भी कोई ऐसा नहीं है कि मतलब कुछ है नहीं है। ചോദ്യം ചെയ്യലിൽ പ്രതികൾ കൊലപാതക കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. സ്വത്ത് വിഭജനത്തെ ചൊല്ലിയുള്ള ദീർഘകാല വൈരാഗ്യം തന്നെയാണ് ഈ സംഭവത്തിന് പിന്നിലെ കാരണമെന്ന് പ്രതികൾ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുമുണ്ട്. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെയും തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇപ്പോൾ പോലീസ്. ജഹാനാബാദിൽ മുൻ ഭർത്താവിനെതിരെ കോടതിയിൽ മൊഴി നൽകി മടങ്ങിയതായിരുന്നു ഒരു യുവതി. യാത്രാമധ്യേ ആയുധധാരികളായി എത്തിയ കുറച്ചുപേർ അവരെ വെടിവെച്ച് കൊലപ്പെടുത്തി. ആദ്യ ഭർത്താവാണ് ഇതിന് പിന്നിലെന്നാണ് 2ാം ഭർത്താവിന്റെ ആരോപണം. എന്താകും ഈ ആക്രമണത്തിന് പിന്നിലെ കാരണം? അർവാളിലെ കർപ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. മുൻ ഭർത്താവിനെതിരെ കോടതിയിൽ മൊഴി നൽകി 2ാം ഭർത്താവിനൊപ്പം ഓട്ടോറിക്ഷയിൽ ജഹാനാബാദിലേക്ക് മടങ്ങിയതായിരുന്നു 28-കാരിയായ ശോഭാകുമാരി എന്ന യുവതി. ഓട്ടോറിക്ഷ ബജിത്പൂർ എന്ന സ്ഥലത്തോടടുത്തപ്പോൾ ആയുധധാരികളായ ഒരു സംഘം മോട്ടോർ സൈക്കിളിലെത്തി യുവതിയെയും ഭർത്താവിനെയും ആക്രമിക്കുകയായിരുന്നു. മോട്ടോർ സൈക്കിളിൽ നിന്ന് ചാടിയിറങ്ങിയ ആക്രമികൾ യുവതിക്ക് നേരെ വെടിയുതിർക്കുകയാണുണ്ടായത്.
തന്റെ രണ്ടാം ഭർത്താവ് പപ്പുകുമാറിനൊപ്പം അർവാൾ കോടതിയിൽ മൊഴി നൽകാൻ വന്നതായിരുന്നു ശോഭാകുമാരി. വെടിയേറ്റ് സ്ത്രീ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. അതേസമയം ഭർത്താവ് പപ്പുകുമാർ സംഭവസ്ഥലത്ത് നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ആദ്യ ഭർത്താവിനെതിരെ മൊഴി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ ഇയാൾ പ്രതികാരം വീട്ടിയതാകാമെന്നാണ് പപ്പുകുമാർ പോലീസിനോടും മാധ്യമങ്ങളോടും പറയുന്നത്. ഏതായാലും സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. देखिए पोस्टमार्टम में क्लियर होगा कितना इंजरी है, किस तरह का है, लेकिन गोली लगने से मौत हुई है। शोभा देवी है, पति पप्पू कुमार। एडवोकेट है सर? एडवोकेट नहीं है, वो जो अपना बता रहे थे टाइपिस्ट वगैरह, वहाँ कोर्ट का फाइल वाइल लेकर किसी वकील से टाइपिंग वगैरह का काम करते हैं। क्या वजह है सर? अभी तक प्राइमा फेसी जो इन्होंने बताया है उसमें यही लग रहा है कि पारिवारिक विवाद है। महिला जो मृतका है इनकी पहले शादी हुई थी किसी से, छोड़ा छोड़ी हो गया, उन लोगों में आपस में केस मुकदमा भी चला है। जहानाबाद कोर्ट में भी है मुकदमा, अरवल कोर्ट में भी है, दहेज प्रताड़ना का केस चल रहा है। ഈ സംഭവം നടന്ന ഉടൻ തന്നെ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സുധീർ കുമാർ സിൻഹ പോലീസ് സേനയോടൊപ്പം തന്നെ സ്ഥലത്തെത്തിയിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് 2 വെടിയുണ്ടകൾ കണ്ടെടുത്തതായി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് കുമാർ സഞ്ജയും വ്യക്തമാക്കിയിട്ടുണ്ട്. FSL സംഘം സംഭവസ്ഥലം പരിശോധിക്കുകയും പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. പോലീസ് പറയുന്നതനുസരിച്ച് രവീന്ദ്ര റാം അഗർവാൾ എന്ന ഇവരുടെ ആദ്യത്തെ ഭർത്താവ് അവിടുത്തെ ചിരാരി ബിഗ ഗ്രാമത്തിൽ നിന്ന് ഉള്ളയാളാണെന്നും നിലവിൽ ജൊഹാനാബാദിലെ ടെനി ബിഗയിലാണ് താമസിക്കുന്നതെന്നുമാണ്. മരിച്ച ശോഭാകുമാരി തന്റെ മുൻ ഭർത്താവുമായി വർഷങ്ങളായി തർക്കത്തിലായിരുന്നു. മരിച്ചയാളുടെ രണ്ടാമത്തെ ഭർത്താവ് പപ്പുകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുൻ ഭർത്താവ് രവീന്ദ്ര റാമിനും മറ്റുള്ളവർക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പോലീസ്. പ്രതികൾക്കായുള്ള തെരച്ചിൽ സജീവമായി തന്നെ തുടരുകയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന്. പണത്തിന്റെ ഹുങ്ക്, ആഡംബരക്കാർ, ഉള്ളിൽ മദ്യലഹരി, പോരാഞ്ഞ് അച്ഛൻ പോലീസായതിനാൽ താൻ നിയമം ലംഘിച്ചാലും ഒന്നും സംഭവിക്കില്ല എന്ന മൂഢവിശ്വാസവും. ഇതെല്ലാം കൂടി ചേർന്നൊരു ചെറുപ്പക്കാരന്റെ വകതിരിവില്ലായ്മയ്ക്ക് മുന്നിൽ പൊലിഞ്ഞുപോയത് 70-കാരിയുടെ ജീവനാണ്. വടക്കൻ ഡൽഹിയിലെ നരേലയിൽ അമിത വേഗത്തിലെത്തിയ ആഡംബരക്കാർ മറ്റ് വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ പ്രഭാത സവാരിക്കിറങ്ങിയ വയോധികയ്ക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. നരേല മാമൂർപൂർ സ്വദേശിയായ ഊർമിള സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയാണുണ്ടായത്. അപകടവുമായി ബന്ധപ്പെട്ട് ഹരിയാന പോലീസിലെ സബ് ഇൻസ്പെക്ടറുടെ മകനായ ശുഭം എന്ന യുവാവിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച രാവിലെ 8 മണിയോടെ നരേല മാമൂർപൂർ പ്രദേശത്തെ ഹിമാലയ അപ്പാർട്ട്മെന്റിന് മുന്നിലായിരുന്നു ഞെട്ടിക്കുന്ന ഈ അപകടം നടക്കുന്നത്. സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. സമയം രാവിലെ 8 മണി. വടക്കൻ ഡൽഹിയിലെ നരേലയിലെ അധികം തിരക്കില്ലാത്ത റോഡ്. ഊർമിള എന്ന 70-കാരി പ്രഭാത നടത്തത്തിനിറങ്ങിയതായിരുന്നു. സ്ഥിരമായി രാവിലെ നടക്കുന്ന പരിചിതമായ വഴി. പ്രധാന റോഡിന്റെ അരികിൽ കാൽനടക്കാർ ഉപയോഗിച്ചിരുന്ന ഭാഗത്തുകൂടി നടന്നു വരികയായിരുന്നു അവർ. റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും റോഡരികിൽ അങ്ങനെ കാര്യമായ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പൊടുന്നിനെയാണ് ആ അപകടം സംഭവിച്ചത്. പ്രതിയായ ശുഭം ഓടിച്ചിരുന്ന മെഴ്സിഡീസ് ബെൻസ് കാർ അമിത വേഗതയിൽ പൊടുന്നനെയാണ് ചീറിപ്പാഞ്ഞ് അവർക്ക് നേരെ എത്തുന്നത്. എതിർവശത്തു നിന്ന് വരുന്ന വാഹനം ഒഴിച്ചു പോകാൻ സ്ഥലമുണ്ടായിരുന്നെങ്കിലും അമിത വേഗതയിൽ വന്ന വാഹനം നിയന്ത്രിക്കാൻ ശുഭത്തിനായില്ല. നേരെ എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന മാരുതി വാഗണർ കാറിലേക്ക് ശുഭം ഓടിച്ച മെഴ്സിഡീസ് ബെൻസ് കാർ അതിശക്തമായി ഇടിച്ചു. സാധാരണയിലും വേഗതയിൽ മാത്രം വന്ന വാഗണർ ഈ ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട് പുറകോട്ട് തെറിച്ചുപോയി. പിറകിലേക്ക് തെറിച്ചു നീങ്ങിയ കാർ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന 3-വീലർ ലോഡിംഗ് വാനിൽ ഇടിച്ചു. ഈ സമയം റോഡരികിലൂടെ നടക്കുകയായിരുന്ന ഊർമിള ഈ വാഹനങ്ങൾക്കിടയിൽ പെടുകയായിരുന്നു. അവരുടെ ശരീരത്തിലൂടെ വാഹനം കയറിയിറങ്ങി. ഊർമിള തൽക്ഷണം തന്നെ മരിച്ചു.
ये गाड़ी स्पीड पे आई बताऊं है जी। मैं आया था मोड़ पे जी, स्पीड पे आई है ये गाड़ी जो है गांव से दिल्ली जा रही थी। इसमें टक्कर मारे गाड़ी घूम गई थी। अच्छा। हाँ जी, घूमे पीछे जी जो गाड़ी में बैठे उनके चोट लगी है और पीछे लेडीज थी जी, वो टेम्पो बीच में बिछ गई जी। वो जो वहाँ खड़ी थी बता रहे हैं। हाँ, वो बिछ गया, वही तो डेथ हो गई उसकी। देखो ये तो देखो हमने पता नहीं, बाकी इसके गाड़ी के अंदर गिलास भी थी, बोतल भी था। अच्छा। नंबर प्लेट भी चेंज आगे पीछे की इसकी, आगे कुछ नंबर है पीछे कुछ नंबर है, देखो बेशक आप। ഈ അപകടത്തിൽ വാഗണർ കാറിന്റെ ഡ്രൈവർക്കും കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അപകടം നടക്കുമ്പോൾ ശുഭം കടുത്ത മദ്യലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. അപകടമുണ്ടാക്കിയ മെഴ്സിഡീസ് കാറിനുള്ളിൽ നിന്ന് ഒരു ബിയർ കുപ്പിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. എന്നാൽ വൈദ്യപരിശോധനാ ഫലം വന്നതിന് ശേഷമേ ഇയാൾ മദ്യപിച്ചിരുന്നു എന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിക്കൂ എന്ന് പോലീസ് പറയുന്നു. അപകടത്തിൽപ്പെട്ട ആഡംബര കാർ ശുഭത്തിന്റേതല്ല എന്ന് പോലീസ് പിന്നീട് കണ്ടെത്തുകയുമുണ്ടായി. പ്രതിയുടെ സുഹൃത്തിന്റേതായിരുന്നു ആ കാർ. ഒരു ദിവസം മുൻപ് സുഹൃത്തിൽ നിന്ന് കടം വാങ്ങിയതാണെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപകടം നടന്നയുടൻ ശുഭം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവിടെ ഓടിക്കൂടിയ നാട്ടുകാർ ശുഭത്തെ തടഞ്ഞു വെക്കുകയും പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു. പ്രതിക്കെതിരെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേസും എടുത്തിട്ടുണ്ട്. മരിച്ച സ്ത്രീയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ. സംഭവത്തിൽ ഡൽഹി പോലീസ് വിശദമായ അന്വേഷണമാണ് ആരംഭിച്ചിരിക്കുന്നത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ദക്ഷിണ കാനഡയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും നിരവധി കേസുകളിലെ പ്രതിയുമായ ഡേവിഡ് ഡിസൂസ പട്ടാപ്പകൽ ജനങ്ങൾക്കിടയിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ സ്വദേശികളായ 3 പേർ പിടിയിലായെങ്കിലും കൊലപാതകത്തിന്റെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. നേരത്തെ ഫാദർ മഹേഷ് ഡിസൂസ എന്ന ക്രൈസ്തവ വൈദികൻ ആത്മഹത്യ ചെയ്ത കേസിലെ പ്രധാന പ്രതിയാവുകയും പിന്നീട് കുറ്റമുക്തനാവുകയും ചെയ്തയാളാണ് തോക്കിൻ മുനയിൽ പിടഞ്ഞു വീണ് തീർന്ന ഡേവിഡ് ഡിസൂസ. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3:45 ഉടുപ്പി ജില്ലയിലെ മുടരങ്കടിയിൽ കൊലപാതകം നടക്കുന്നത്. മുരടങ്കടിയിലെ സെന്റ് സേവിയർ ചർച്ച് കോംപ്ലക്സിൽ ഡേവിഡ് ഡിസൂസയ്ക്ക് പ്രിൻസ് എന്റർപ്രൈസസ് എന്ന പേരിൽ സ്വന്തമായി ഒരു സ്ഥാപനമുണ്ട്. ഇവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങാനായി തന്റെ ധാർ ജീപ്പിലേക്ക് കയറുമ്പോഴാണ് കാറിലെത്തിയ സംഘം ഇയാളെ വെടിവെക്കുന്നത്. ഡേവിഡ് ഓഫീസിൽ നിന്ന് ധാറിലേക്ക് കയറിയ സമയത്ത് തന്നെ ബൈക്കിൽ പാഞ്ഞു വന്ന അക്രമി സംഘം പെട്ടെന്ന് വണ്ടി നിർത്തി വെടിവെക്കുകയായിരുന്നു. തലയുടെ പിന്നിലായിരുന്നു വെടിയേറ്റത്. നിരവധി ആളുകൾ നോക്കി നിൽക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. റോഡിൽ പിടഞ്ഞു വീണ ഡേവിഡിനെ നാട്ടുകാരും പോലീസും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വാഹനത്തിൽ കയറ്റിയെങ്കിലും വഴിമധ്യേ ജീവൻ പൊലിയുകയായിരുന്നു. നേരത്തെ മുടരങ്കടി വില്ലേജ് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു ഡേവിഡ്. ഈ പ്രദേശത്തെ കുപ്രസിദ്ധനായ ഗുണ്ടാ തലവൻ കൂടിയായിരുന്നു. ബാറുടമയും ബസ് സർവീസ് നടത്തിപ്പുകാരനും എല്ലാമായിരുന്ന ഡേവിഡ് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഫാദർ മഹേഷ് ആത്മഹത്യ ചെയ്ത കേസിൽ ഡേവിഡ് കുറ്റവിമുക്തനായിട്ട് അധിക കാലമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. നാട്ടിൽ പ്രമുഖനും സജീവ കോൺഗ്രസ് നേതാവുമായ ഡേവിഡ് ഡിസൂസയെ വകവരുത്തിയ മുഖ്യപ്രതി രാജുവിനെ ഇന്ന് നേരം വെളുത്തപ്പോൾ തന്നെ തോക്കിൻ മുനയിൽ പോലീസ് പിടികൂടി. ബൈന്ദൂരിലെ ഒട്ടിനേനിയിലേക്കാണ് ഇന്നലെ കൊലപാതകം നടത്തിയ ശേഷം ഈ രാജു മുങ്ങിയത്. മൊബൈൽ ഫോൺ സിഗ്നൽ പിന്തുടർന്ന് പിടികൂടാനെത്തിയ പോലീസിനെ വെട്ടിച്ച് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നാലെ ഓടിയ പോലീസ് ഇയാളെ വെടിവെക്കുകയായിരുന്നു. കാലിൽ വെടിയേറ്റ് വീണപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായത്. കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ ആക്രമിച്ചു. പരിക്കേറ്റ പോലീസുകാരൻ തേജസ്വിയെ ഉടുപ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉത്തർപ്രദേശ് സ്വദേശിയാണ് പ്രതിയായി രാജു. ഉത്തരാഖണ്ഡുകാരനായ അജയ് രസ്തോഗി, ബീഹാറുകാരനായ
ജിയാഹുൽ ഷെയ്ഖ് എന്നിവരാണ് പിടിയിലായ മറ്റു 2 പേർ. കൊലപാതക ശേഷം ഇവർ ഭട്കൽ ഭാഗത്തേക്കുള്ള ബസ്സിൽ പോയതായി വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ബൈന്ദൂരിന് സമീപം ഒട്ടിനേനിയിൽ ഇവർ ഇറങ്ങിയതായും പോലീസിന് അറിവ് കിട്ടി. തുടർന്നാണ് ഇന്ന് രാവിലെ 4 സംഘമായി പോലീസ് ഇവിടെ തെരച്ചിലിനെത്തുന്നത്. അജയ് രസ്തോഗിയും ജിയാഹുൽ ഷെയ്ഖിനെയും യഥാക്രമം കുംതയിൽ നിന്നും ഭട്കയിൽ നിന്നും ആണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ലോക്കൽ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു ഈ അറസ്റ്റ്. ഡേവിഡ് ഡിസൂസയെ കൊല്ലാൻ ഇവർ എത്തിയ ബൈക്കും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ಅನುಮಾನಾಸ್ಪದ ರೀತಿಯಲ್ಲಿ ಒತ್ತಿನೇನೆ ಕಡೆ ಹೋಗಿದ್ದಾರೆ ಅಂತ ನಮಗೆ ಮಾಹಿತಿ ಸಿಕ್ಕಿದಾಗ ನಮ್ಮ ಪೊಲೀಸ್ ತಂಡ ಅದರ ಮೇಲೆ ಹೋಗಿ ಸರ್ಚ್ ಮಾಡಿದಾಗ ಅದರಲ್ಲಿದ್ದ ನಮ್ಮ ಈ ಪ್ರಕರಣದಲ್ಲಿ ಶೂಟರ್ ಆಗಿರುವಂತಹ ರಾಜು ಅವರು ಈತ ಅಂತ ಹೇಳಿ ಉತ್ತರ ಪ್ರದೇಶ ಮೂಲದವರು. ಆ ವ್ಯಕ್ತಿ ವಿತ್ ಅವರ ಬ್ಯಾಗ್ ಆ್ಯಂಡ್ ವೆಪನ್ ಅಲ್ಲಿ ಕಂಡು ಬಂದಿದೆ. ಅವರನ್ನು ಅರೆಸ್ಟ್ ಮಾಡೋಕ್ಕೆ ಪ್ರಯತ್ನ ಪಡೋದರಲ್ಲಿ ನಮ್ಮ PSI ತೇಜಸ್ವಿ ಅವರಿಗೆ ಮೈನರ್ ಇಂಜುರೀಸ್ ಆಗಿದೆ. ಬಟ್ ಅವರನ್ನು ಮತ್ತೆ ಅವ್ರ ಹತ್ರ ವೆಪನ್ ಇರೋದ್ರಿಂದ ಮತ್ತು ಅವರು ವೆಪನ್ ಫೈರ್ ಮಾಡಿರೋದ್ರಿಂದ ಮತ್ತು ಸೆಲ್ಫ್ ಪ್ರೊಟೆಕ್ಷನಲ್ಲಿ ಅವರಿಗೆ ಫೈರ್ ಮಾಡಿ ಅವರನ್ನು ಅರೆಸ್ಟ್ ಮಾಡಿ. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നുണ്ടെങ്കിലും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. പിടിയിലായവർ വാടക കൊലയാളികളാണെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഡേവിഡ് ഡിസൂസയുടെ ബിസിനസ് ശത്രുക്കൾ ആരെങ്കിലും ആകാം ഇവരെ അയച്ചതെന്ന സംശയത്തിലാണ് പോലീസ് ഉള്ളത്. ഉടുപ്പി DYSP ബെല്ലിയപ്പയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഭർത്താവിനെ കൊന്നവർക്ക് ശക്തമായ ശിക്ഷ തന്നെ നൽകണമെന്ന് ഡേവിഡ് ഡിസൂസയുടെ ഭാര്യ പ്രിയ ഡേവിഡ് പറയുന്നു. ബിസിനസ് വൈരികളൊന്നും തന്റെ ഭർത്താവിനില്ല. സംഭവം അറിഞ്ഞ ഉടൻ സ്ഥലത്തെത്തിയപ്പോൾ അവിടമാകെ രക്തം തളം കെട്ടി കിടക്കുകയായിരുന്നു. കുടുംബത്തിൽ ആരുമായും ഡേവിഡിന് പ്രശ്നമുണ്ടായിരുന്നില്ലെന്നും പ്രിയ ഡേവിഡ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ಇಲ್ಲ ಮನೆಯಲ್ಲಿ ಅಂತದಂತ ಅವರು ಹೇಳಲಿಲ್ಲ. ಬಿಸ್ನೆಸ್ ಅಲ್ಲಿ ಅಂತ ಪ್ರಾಬ್ಲಮ್ ಇದ್ರು ಕೂಡ ಮನೆಯಲ್ಲಿ ಹೇಳುವ ಅವರಿಗೆ ಹ್ಯಾಬಿಟ್ ಇರಲಿಲ್ಲ. ಔಟ್ಸೈಡ್ ಆಫೀಸಲ್ಲೇ ಮನೆಯದ್ದು ಮಾತ್ರ ಮನೆಯಲ್ಲೇ ಮಾತಾಡ್ತಿದ್ರು. ಮತ್ತೆ ನಿನ್ನೆ ಈ ಹೊತ್ತಿಗೆ ಮಧ್ಯಾಹ್ನ ಅವರು ಇಲ್ಲಿ ಇದ್ರು, ಮನೆಯಲ್ಲಿ ಊಟ ಮಾಡಿದ್ರು. ಮಧ್ಯಾಹ್ನ 2 ಗಂಟೆಗೆ ಇಲ್ಲಿಂದ ಹೊರಟಿದ್ರು. ನನ್ಗೆ 4 o'clockಗೆ ಮಗ ಕಾಲ್ ಮಾಡಿದ, ಹೀಗೆ ಆಯ್ತಂತ. ನಾನು ಮತ್ತೆ ಇಮಿಡಿಯೇಟ್ ಗಾಡಿ ತಗೊಂಡು ಹಾಸ್ಪಿಟಲ್ಗೆ ಹೋದೆ, ಇಲ್ಲಿ ಶಿರ್ವಾದಲ್ಲಿ ಗವರ್ಮೆಂಟ್ ಹಾಸ್ಪಿಟಲ್ಗೆ. ಅಲ್ಲಿ ಹೋಗುವಾಗ ಅಲ್ಲಿ ಹೇಳಿದ್ರು ಅವರು, ಇಲ್ಲಿ ಬರುವಾಗ ಇದಾಗಿದೆ, ಪಲ್ಸ್ ಎಲ್ಲ ಸ್ಟಾಪ್ ಆಗಿದೆ ಅಂತ. ಆದರ್ಶ ಹಾಸ್ಪಿಟಲ್ಗೆ ಕರ್ಕೊಂಡೋದು. ಅಲ್ಲಿ ಹೋಗುವಾಗ ಡಾಕ್ಟರ್ ಎಲ್ಲ ಟೆಸ್ಟ್ ಮಾಡಿ ಅವ್ರು ಹೇಳಿದ್ರು ಇದು ಆಲ್ರೆಡಿ ಸ್ಪಾಟ್ ಅಲ್ಲಿ ಆಗಿದೆ ಅಂತ ಹೇಳಿದ್ರು. ഉടുപ്പി ജില്ലയിലെ ഷിർവയിൽ പള്ളി അസിസ്റ്റന്റ് വികാരിയും ഡോൺ ബോസ്കോ സ്കൂൾ പ്രിൻസിപ്പലുമായ ഫാദർ മഹേഷ് ഡിസൂസയുടെ ആത്മഹത്യയോടെയാണ് ഡേവിഡിന്റെ മറ്റൊരു മുഖം ലോകമറിയുന്നത്. 2019 ഒക്ടോബർ 11 രാത്രി സ്കൂൾ ഓഫീസിലാണ് മഹേഷ് അച്ഛനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കൊലപാതകമാണെന്നായിരുന്നു ആദ്യം ആരോപണം. പക്ഷേ ആത്മഹത്യയാണെന്ന് പറഞ്ഞ് പോലീസ് കേസ് അവസാനിപ്പിച്ചു. 36 വയസ്സുകാരനായ ഫാദർ മഹേഷിന്റെ മരണം ആത്മഹത്യ അല്ലെന്ന് പറഞ്ഞ് ജനങ്ങൾ രംഗത്തെത്തിയതോടെയാണ് കേസ് CBCIDക്ക് വിടുന്നത്. ഇവരാണ് ഡേവിഡ് ഡിസൂസയ്ക്ക് കേസിൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്തുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരുന്നു, അറസ്റ്റും ചെയ്തു. പക്ഷേ കർണാടക ഹൈക്കോടതി കുറ്റവിമുക്തനാക്കുകയായിരുന്നു. നാളെയാണ് ഡേവിഡ് ഡിസൂസയുടെ സംസ്കാരം. കൂപ്പിലെ കോൺഗ്രസ് ഓഫീസായ രാജീവ് ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. പിന്നീട് മുടരങ്കടി പഞ്ചായത്ത് ഓഫീസിലും ജനങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാം. 4 മണിക്ക് പിലാറിലെ ഇൻഫന്റ് ജീസസ് പള്ളിയിലാണ് സംസ്കാരം. ഉത്തർപ്രദേശിലെ ബഹ്റൈച്ച് ജില്ലയിൽ കാലങ്ങളായി ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് ഇതിങ്ങനെ തുടർന്നു കൊണ്ടുപോവുകയായിരുന്നു. ഈ മോഷണങ്ങളൊക്കെ തന്നെ മോഷ്ടാക്കളെ പലതവണ വലയിലാക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടക്കാതെ പോലീസ് ഒടുക്കം അവരെ പിടികൂടിയിരിക്കുകയാണിപ്പോൾ. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികൾക്ക് നേരെ പോലീസ് വെടിയുതിർക്കുകയായിരുന്നു. ഉത്തർപ്രദേശിലെ ബഹ്റൈച്ച് ജില്ലയിലെ നാൻപാറ പ്രദേശത്ത് നടന്ന ഏറ്റുമുട്ടലിനെ തുടർന്ന് വൈദ്യുതി വയർ മോഷണത്തിൽ ഉൾപ്പെട്ട ഒരു സംഘത്തിലെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഈ പിടിക്കപ്പെട്ടവർ അത്ര നിസ്സാരക്കാരൊന്നുമല്ല. നാൻപാറ പ്രദേശത്ത്
സമീപ ദിവസങ്ങളിൽ നിരവധി വൈദ്യുതി കേബിൾ മോഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇത് വൈദ്യുതി വിതരണത്തിൽ ആവർത്തിച്ചുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുകയും അവിടുത്തെ താമസക്കാർക്ക് അസൗകര്യങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചത്. അതിനിടെയാണ് സരയൂ കനാൽ ട്രാക്കിൽ വയർ മോഷ്ടാക്കളുടെ ഒരു സംഘം വീണ്ടും മോഷണം നടത്താൻ പദ്ധതിയിടുന്നുണ്ടെന്നും ഇതിനകം ഇവർ മോഷ്ടിച്ച കേബിളുകളൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഒരു ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുന്നത്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘങ്ങൾ സ്ഥലത്തെത്തി. പ്രതികൾ രക്ഷപ്പെടാതിരിക്കാനായി ആ സ്ഥലം മുഴുവനായി വളഞ്ഞു. ഒടുക്കം രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതെ വന്നതോടെ പ്രതികൾ പോലീസ് സംഘത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പിന്നാലെ തന്നെ പോലീസ് തിരിച്ചും വെടിയുതിർത്തതോടെ പ്രതികളിലൊരാളുടെ കാലിന് പരിക്കേൽക്കുകയും ചെയ്തു. വെടിവെപ്പിനിടെ ഗുണ്ടാ സംഘത്തിലെ ഒരാളായ ഖാദിറിന്റെ കാലിലാണ് വെടിയേറ്റത്. തുടർന്ന് ഇയാളെ വൈദ്യചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും മറ്റ് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. മറ്റ് 4 പ്രതികളെയാണ് സംഭവസ്ഥലത്ത് വെച്ച് പോലീസ് പിടികൂടുന്നത്. മറ്റൊരാൾ സംഭവസ്ഥലത്തു നിന്ന് ഓടി രക്ഷപ്പെട്ട് ഒളിവിൽ കഴിയുകയാണ് ഇപ്പോൾ. ഇയാൾക്കായുള്ള തെരച്ചിലും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രതികളിൽ നിന്ന് അനധികൃത പിസ്റ്റൾ, വെടിയുണ്ടകൾ, ഒരു കാർ, മോഷണത്തിനുപയോഗിച്ച ഉപകരണങ്ങൾ, മോഷ്ടിച്ച ധാരാളം വൈദ്യുതി വയറുകൾ എന്നിവ കണ്ടെടുത്തതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് സൂപ്രണ്ട് ഫോറൻസിക് സംഘത്തോടൊപ്പം പ്രതികൾ പിടിയിലായ സ്ഥലം സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. പൂർണ്ണമാവുകയാണ്. നമസ്കാരം.